തടിക്കുളം ഭാഗത്ത് മ്ലാവ് ഇരുചക്രവാഹനത്തിനു കുറുകെ ചാടി ആവോലിച്ചാൽ സ്വദേശി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തടിക്കുളം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപമാണ് സംഭവം. വനാതിർത്തിയിൽ സംരക്ഷണവേലി ഇല്ലാത്തതിനാൽ ഇത്തരം അപകടങ്ങൾ പതിവാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. ആവോലിച്ചാൽ തടിക്കുളം ഭാഗത്ത് വനാതിർത്തിയിൽ സംരക്ഷണ വേലിയില്ലാത്തതിനാൽ മൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മ്ലാവ് ഇരുചക്ര വാഹനത്തിനു കുറുകെ ചാടി ആവോലിച്ചാൽ സ്വദേശിക്ക് അപകടം പറ്റി. വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ ആഘാതത്തിൽ വാരിയെല്ലൊടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറിയ നിലയിൽ ആവോലിച്ചാൽ സ്വദേശി മുണ്ടോത്തുകര ഷാജൻ ചികിത്സയിലാണ്. രാത്രി 7 മണിയോടെ ഇദ്ദേഹം ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ തടിക്കുളം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപമായിരുന്നു അപകടം. 6 വാരിയെല്ലുകൾ ഒടിഞ്ഞതായാണ് മെഡിക്കൽ റിപ്പോർട്ട്. ഇത്തരത്തിൽ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ ആവോലിച്ചാൽ തടിക്കുളം ഭാഗത്ത് അടിയന്തരമായി ഫെൻസിംഗ് വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴിയാണ് തടിക്കുളം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് വെച്ച് ഒരു പ്ലാവ് വട്ടം ചാടി ഷാജന് പരിക്ക് പറ്റിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല പരിക്കുകളാണ്. 8 വാരിയലിന് പൊട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളയസ്ഥിക്ക് പൊട്ടുണ്ട്. വാരിയല് പൊട്ടി ലങ്സിൽ കൊണ്ടിട്ട് എയർ ലീക്ക് ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായാലും പേടിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ആ വഴിക്ക് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാരണം കാട്ടാന ഒരു വശത്ത്, ഇപ്പോൾ പ്ലാവും കാട്ടുപന്നിയും എല്ലാം റോഡിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വലിയ ഭീതിയിലാണ് ആളുകൾ. എനിക്ക് പറയാനുള്ളത്, ഇതൊരു നിർധന കുടുംബമാണ്. അന്നന്ന് ജോലി ചെയ്ത് നിത്യചെലവിന് പണിയെടുക്കുന്ന ആളുകളാണ്. അവർക്ക് ചികിത്സാ ചെലവിനുള്ള പൈസ ഇതിങ്ങനെ ഓൺലൈൻ ചെയ്ത് അത് സാങ്ഷനായി വരുന്നത് നോക്കിയിരിക്കാതെ ഉടനടി ഇതിന്റെ ഫോറസ്റ്റ് അധികാരികൾ കൊടുത്ത് അവർ സഹായിക്കണം. കാരണം ചികിത്സയ്ക്ക് ആവശ്യമായ തുകയില്ലാതെ ഒരു ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഇവർക്ക് പൈസയാണ് ആവശ്യം. തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ഇവരുടെ കയ്യിൽ വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇവർക്ക് ആവശ്യമായ ഫണ്ടും, നാളെ ഈ റോഡിലൂടെ പോകുന്നവർക്ക് തടസ്സമായി നിൽക്കുന്ന കാടുകൾ, അതിന്റെ 2 സൈഡിലും നല്ല കാടുകളുണ്ട്. ഈ കാടുകൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റി ആളുകൾക്ക് പേടികൂടാതെ യാത്ര ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഒപ്പം തന്നെ വാച്ചർമാരെ ഇടയ്ക്കിടയ്ക്ക് നിയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് യാത്ര ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്ലാവോ ആനയുടെയൊക്കെ ഒരു സമീപം ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ട നടപടികൾ കൂടി സ്വീകരിക്കണം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.